കർത്താവിന്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യം. ഈ ഭാഗ്യ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് എപ്പോഴും നന്ദി പറയാൻ ഇടയാവണം. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ട്. ആരും ഇല്ലാതിരിക്കുമ്പോൾ സംസാരിക്കാനോ കൈത്താങ്ങൽ നൽകാനോ കൂടെ ഇരിക്കാനോ കൂട്ടുകാരോ ഒന്നും നമ്മുടെ ചാരെ ഇല്ലാതിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സഹിത്വം നമുക്ക്. അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതും അവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതും തിരിച്ച് നമ്മെ ബലപ്പെടുത്തുന്ന ശബ്ദവും നമ്മെ അറിയിക്കുന്ന ഒരു സഹിത്വമാണ് നമ്മുടെ ദൈവത്തിന്റെ സഹിത്വം. സ്തോത്രം. കൂടെ നിന്ന പല സഹിത്വങ്ങളും അസ്തമിച്ചില്ലേ? മനുഷ്യമായത് ബന്ധം വിച്ഛേദിച്ചില്ലേ? നിർണായക ഘട്ടത്തിൽ അകലം വിട്ടില്ലേ? പക്ഷേ ദൈവം തന്റെ ഭക്തന്മാർക്ക് സഹിത്വമുണ്ട്. ദൈവത്തിന്റെ ഭക്തന്മാർക്ക് അവിടുത്തെ സഹിത്വമുണ്ട്. അവിടുത്തെ സഹിത്വം മറന്നുപോകരുത്. കഷ്ടങ്ങളിൽ തുണ എന്നല്ല, ഏറ്റവും അടുത്ത തുണ. ഒരു തുണയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ? മനുഷ്യരെ നമ്മൾ പറയുന്നു തക്ക തുണകൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ആ തുണയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിലും അവർക്ക് പരിമിതികളുണ്ട് സഹോദരങ്ങളെ. എന്നാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ, സങ്കടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ, ആ സഹിത്വം. തീച്ചൂളയിലും മരണത്തിന്റെ നിഴലിലും ഏറ്റവും അടുത്ത തുണ. അതാണ് നമ്മുടെ ദൈവം. അനുഭവിച്ചറിഞ്ഞവർ ഇന്ന് പകൽ നന്ദി പറയണം. എന്നിട്ട് സഹിത്വമുണ്ടാകുക മാത്രമല്ല, തന്റെ ജനത്തെ വഴികൾ കാണിച്ചു കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇതിലെ പോകാൻ പറയുന്ന ഡയറക്ഷൻ കറക്റ്റ് നമുക്ക് വേണ്ടി അവിടുന്ന് വെളിപ്പെടുത്തരും. നമ്മൾ ചിന്തിക്കുന്ന വഴികൾ സുഗമമല്ല. ആ പാതകൾ ആത്തിരി പ്രതിസന്ധികളിലൂടെ പോകേണ്ടി വരും. പാതകൾ കുറ്റമറ്റതല്ല, പക്ഷെ ദൈവത്തിന്റെ പാതകൾ പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ ക്ഷേമത്തോടെ എത്തിക്കുന്ന പാതകളാണ്. അധികമുള്ള വഴിയാണ്. ആർക്കും അടയ്ക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ബുദ്ധിക്കതീതമായിട്ട് വരുന്ന വഴികളാണ് ദൈവത്തിന്റെ വഴികൾ. നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്യാമോ? തന്റെ ഭക്തന്മാരോട് സമാധാനം അരുളുന്ന ദൈവം. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നീ സമാധാനപ്പെട്ടിരിക്ക. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയച്ചു പോകുന്നു. അസമാധാനത്തിന്റെ നടുവിൽ, അസ്വസ്ഥതയുടെ നടുവിൽ, ആശയറ്റതിന്റെ നടുവിൽ, ആകുലങ്ങളുടെ നടുവിൽ, ആര് സഹായിക്കുമെന്ന് ചിന്തിക്കുന്നതിന്റെ നടുവിൽ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ സമാധാനം. എന്ന് വെച്ചാൽ യേശു ഈ ലോകത്തിൽ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ, ക്രൂശീകരണം വന്നപ്പോൾ, കല്ലേറ് വന്നപ്പോൾ, ഒറ്റപ്പെടിയിൽ വന്നപ്പോൾ,
അനുഭവിച്ച ഉയരത്തിലെ സമാധാനം, അതാണ് അവിടെ നമുക്ക് നൽകുന്നത്. എത്ര ശ്രേഷ്ഠമാണ് പ്രിയരെ! നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയണം. ആ സമാധാനം നമുക്ക് തന്നെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്, നിരാശപ്പെടുന്നത്, ടെൻഷൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണ്? ആ ഒരു ദൈവിക സമാധാനം അവിടെ നമുക്ക് നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യാം. വളരെ സുപരിതമായൊരു വാക്യം, 139 സങ്കീർത്തനം 9 വാക്യം. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ. അടുത്ത വാക്യം കൂടെ നമുക്ക് ചിന്തിക്കണം. അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ദാവീദിന്റെ സങ്കീർത്തനമാണിത്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് മാത്രമല്ല അറിയുന്നത്, എന്റെ നിരൂപണം ദൂരത്തുനിന്ന് ചിന്തിക്കുന്നത് പോലും അറിയുന്ന ദൈവത്തെ പറ്റി പറയുന്നു. നടപ്പ് കിടപ്പ് ശോധന ചെയ്യുന്നവൻ, വഴികളൊക്കെ അങ്ങേക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനങ്ങൾ താഴോട്ട് വരുമ്പോഴാണ് നാം വായിച്ച സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും പിതാവേ അങ്ങയുടെ കൈ എന്നെ നടത്തും. അതിന്റെ അർത്ഥം ഞാൻ ആത്മീയ വെളിപ്പാടൊന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ചിലതിന്റെ അറ്റത്ത് ചെല്ലുമ്പോ, എൻഡി വരുമ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻഡി വരുമ്പോ കൈവിട്ടു പോകുക, ആർക്കും അവിടേക്ക് വരാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. പക്ഷെ അവിടെയും നടത്തുന്ന ഒരുവൻ, അവിടെയും ഇറങ്ങി വരുന്ന ഒരുവൻ, ആ ദൈവത്തെ ഞാൻ ഇന്ന് പകൽ പറയാൻ ആഗ്രഹിക്കുന്നു. സമുദ്രത്തിന്റെ അറ്റം, നിങ്ങളുടെ വിഷയങ്ങളുടെ എൻഡിൽ വന്ന് നിൽക്കുക, അറ്റത്ത് വന്ന് നിൽക്കുകയാ. നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു, സാധ്യതകൾ അടഞ്ഞു, എല്ലാം എൻഡിലായിരിക്കുന്നു, അവസാനമായിരിക്കുന്നു. സ്തോത്രം. നെല്ലിപ്പലകയും കണ്ട വിഷയങ്ങൾ, പക്ഷെ അവിടെയും നടത്തുന്ന ഒരുവനുണ്ട്. ഇത് മനസ്സിലായോ? അവിടെയും പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത, തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത, പറയില്ലേ കൺട്രോളുകൾ നഷ്ടപ്പെട്ടു, ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നടത്താൻ, സഹായിക്കാൻ, പ്രവർത്തിക്കാൻ, സൗഖ്യമാക്കാൻ, ശക്തീകരിക്കാൻ കഴിവുള്ള ഒരുവൻ പറയുന്നു, ഞാൻ നടത്താം, ഞാൻ നടത്തും. വിശ്വസിക്കാമോ ദൈവത്തിന്റെ വാക്കുകൾ? വചനം വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ പറയൂ. അവിടെയും നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, സത്യമാണ്. പക്ഷെ അവിടെയും നടത്താൻ. നമുക്കറിയാം, ലാസറിന്റെ വീട്ടിൽ 4 ദിവസം കഴിഞ്ഞു, പ്രതീക്ഷ നാറ്റം വെച്ചു. പിന്നെ ഇനി എന്താ ചെയ്യുന്നേ? എല്ലാം നടക്കുക. പക്ഷെ അവിടെയും ഇറങ്ങി വന്ന ഒരുവനില്ലേ? എവിടാ വെച്ചെന്ന് ചോദിച്ച ഒരുവനില്ലേ? കാണിച്ചു തരാൻ പറഞ്ഞ ഒരുവനില്ലേ? ഒടുക്കത്തെ നാളിലെ ഉള്ളൂ എന്ന് നീ ചിന്തിക്കുന്ന വിഷയം എഴുന്നേൽപ്പിച്ച ഒരുവനില്ലേ? സഹോദരങ്ങളെ, അവിടെയും നടത്തുന്ന ഒരുവൻ. 9 വിധവയുടെ മകന്റെ കാര്യം നമുക്കറിയാം. സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവൾ കരയാൻ തുടങ്ങി, സങ്കടം പൊട്ടി. ആർക്കും ആ വിധവയെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ചില മിനിറ്റ് കഴിയുമ്പോൾ ഈ കുഞ്ഞിന്റെ ശരീരം മൂടപ്പെടും, വാക്തത്വം ഇല്ലാതാവും, വാക്തത്വം അസ്തമിക്കും. ഇത് ചിന്തിച്ചവൾ കരയാൻ തുടങ്ങി. പക്ഷെ അവിടെയും ഒരുവൻ ഇറങ്ങി വന്നു. മറന്നുപോകരുത്, ആർക്കുമൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അകത്തളങ്ങളിൽ കരയുന്ന വിഷയത്തിന്മേൽ
ഒരുവൻ ഇറങ്ങി വന്നിട്ട് പറയും, സ്ത്രീയെ നീ ഇനി കരയണ്ട, ഇതാ ഞാൻ വന്നിരിക്കുന്നു നിന്റെ വിഷയത്തിന്റെ എൻഡിൽ തൊടാൻ, എഴുന്നേൽപ്പിക്കാൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറയും, ആമേൻ പറയും. ഒത്തിരി സംഭവങ്ങൾ നമുക്കറിയാം. യൈറോസിന്റെ മകളുടെ കാര്യം നമുക്കറിയാം. ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ടെന്ന് വീട്ടിൽ നാളുകൾ വന്ന് പറഞ്ഞു പിതാവിനോട്. യേശു പറഞ്ഞു, ആ വാക്കൊന്നും കാര്യമാക്കണ്ട, ഭയപ്പെടണ്ട, നീ വിശ്വസിക്ക. നിന്റെ വീട്ടിനകത്ത് ചലനമറ്റ വിഷയങ്ങളെ അകത്തേക്ക് കയറി അതിനെ എഴുന്നേൽപ്പിക്കാൻ ഇതാ ഞാൻ അവിടെയും എത്തുകയാ. മനസ്സെത്തിയില്ലേ? ഇന്ന് പകൽ ഒരു വീട്ടിനകത്ത് കിടക്കുന്ന ചലനമറ്റ വിഷയങ്ങൾ, നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ഒരുവൻ അവിടെയും എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഭവനത്തിനകത്ത്, തലമുറകളിൽ, നിങ്ങളുടെ ശരീരത്തിൽ, കുടുംബ ജീവിതത്തിൽ, അഭിഷക്തന്മാരെ ദൈവസഭയിൽ ചലനമറ്റ ഇനിയൊന്നും ഉണ്ടാവില്ലെന്ന് പറയുന്ന ഇടത്ത് ചിലതിനെ ജീവിപ്പിക്കാൻ, ചിലതിനെ കൊണ്ടുവരാൻ എന്റെ കർത്താവ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഈ വചനം ഇന്ന് പകൽ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒന്ന് സ്തോത്രം ചെയ്യോ. ഏതെന്തിനാണേലും അവിടെയും കർത്താവ് നടത്തും, അവിടുത്തെ കാര്യം പിടിക്കും. ഈ ഉറപ്പുള്ളവർ ഇന്ന് പകൽ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങുകയാ. നിങ്ങളുടെ കുടുംബജീവിതത്തിലാകട്ടെ, തലമുറകളിലാകട്ടെ, ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലാകട്ടെ, അതിപ്പോൾ തന്നെ സംഭവിക്കും. നിങ്ങളുടെ ഔദ്യോഗിക മേലാളാകട്ടെ, എല്ലാം ശൂന്യമാക്കപ്പെട്ടു. തിരിച്ചു പോകാൻ നിൽക്കുന്ന ഇടത്ത് തന്നെ ചില ദൈവപ്രവർത്തികൾ അവിടെയും കർത്താവ് നിങ്ങളെ നടത്താൻ പോകുക. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. നിങ്ങളുടെ മഹത്വം ഇന്ന് പകൽ ഇറങ്ങുന്നതിന് സ്തോത്രം. നിങ്ങളുടെ ശക്തി ഇന്ന് പകൽ ഈ ജനത്തിന്റെ മേൽ, നിയന്ത്രണം വിട്ട വിഷയങ്ങളുടെ മേൽ അങ്ങ് ഇറങ്ങി വന്ന് ചിലതിനെ ടച്ച് ചെയ്യുന്നതിന്, ചിലതിനെ ബലപ്പെടുത്തുന്നതിന്, സമാധാനമായിരിക്കാൻ പറയുന്നതിന്, തുറക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുമഹത്വത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിലെ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചാലും വിശ്വസിക്കൂ, അവിടെയും ഈ പകൽ ഒരുവനിറങ്ങും. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇന്ന് പ്രഭാതത്തിൽ ഒരുവനിറങ്ങും. ആമേൻ പറയൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശു നിങ്ങളുടെ സഹോദരൻ നശിപ്പിച്ചു.